വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. നമ്മൾ 8ാം ക്ലാസ്സിലെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ബയോളജി പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ടാക്സോണമി വരെയായിരുന്നു പറഞ്ഞത്. ഇനിയും കാർൽ ലിനസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മളതിൽ മെൻഷൻ ചെയ്തായിരുന്നു. അതാരാണെന്ന് ചോദിച്ചാൽ ടാക്സോണമിയുടെ പിതാവാണ് ആര്? കാർൽ ലിനസ്. നമുക്ക് പേജ് നമ്പറിൽ 171 പേജ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരെയും വായിച്ച് അവരാരൊക്കെയാണെന്ന് നോക്കി പോകാം. ഒന്നാമത്തെ പിക്ചറാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കാം അല്ലേ? അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിയുടെ പിതാവാണ് ആര്? അരിസ്റ്റോട്ടിൽ, ദ ഫാദർ ഓഫ് ബയോളജി. ഓക്കെ, ബയോളജിയുടെ പിതാവ് ആണ് ആര്? അരിസ്റ്റോട്ടിൽ കേട്ടോ. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? അരിസ്റ്റോട്ടിലിനെ അറിയപ്പെടുന്നത്. He classified organism as those with red blood cells and those without red blood cells. അതായത് ജീവികളിൽ രണ്ട് രക്തങ്ങളുള്ളതുണ്ട്. ചുവന്ന രക്തമുള്ളവയും ചുവന്ന രക്തം ഇല്ലാത്തവയും. കേട്ടോ. അപ്പം റെഡ് ബ്ലഡ് സെൽസും പിന്നെന്താണ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസും എന്നും ജീവികളെ തരംതിരിച്ച ഒരു വ്യക്തിയാണ് ആര്? അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു ഗ്രീസുകാരനാണ്. ഇനി രണ്ടാമത്തെ ആളാരാണ്? തിയോഫ്രാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹവും ഒരു ഗ്രീസുകാരനാണ്. അദ്ദേഹം ആരാണെന്നാണ്? ദ ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിയെ രണ്ടായിട്ട് നമ്മൾ +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബയോളജിക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് 2 സബ്ജക്റ്റായിട്ട് നമ്മൾ തിരിക്കും. അപ്പോൾ ബയോളജിയെ രണ്ടായിട്ട് തരംതിരിക്കുന്നതാണ് ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം കേട്ടോ, പ്ലാന്റ്സിനെയൊക്കെ ബേസ് ചെയ്തുള്ളതാണ് ബോട്ടണി. സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആനിമൽസിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ആ ബോട്ടണിയുടെ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദ ഫാദർ ഓഫ് ബോട്ടണി ആണ് ആര്? തിയോഫ്രാറ്റസ്. അടുത്തത് അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെർണിയൽസ്. അതായത് അവിടെ സസ്യങ്ങളെ എന്തൊക്കെയായിട്ടാണ് ഏകവർഷികളെന്നും ദ്വിവർഷികളെന്നും ബഹുവർഷികളെന്നും ഒക്കെ തരംതിരിച്ചത് ആരാണ്? തിയോഫ്രാറ്റസ് ആണ്. അടുത്ത മൂന്നാമത്തെ പ്രശസ്തനായ വ്യക്തിയാണ് ചരകൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യക്കാരനാണ് ചരകൻ. അതുകൊണ്ട് തന്നെ നമ്മളത് മെയിനായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അദ്ദേഹം ആയുർവേദയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ, ഫാദർ ഓഫ് ആയുർവേദ. ഹി റോട്ട് ദ ട്രീറ്റേഴ്സ് ചരക സംഹിത ബൈ ഇൻക്ലൂഡിങ് ഇൻ ഇറ്റ് അറൗണ്ട് 200 പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഇത് ചരക സംഹിത എന്ന് പറഞ്ഞ ഗ്രന്ഥം. അതിൽ ഏകദേശം 200ഓളം പ്ലാന്റ്സിനെ പറ്റിയും ആനിമൽസിനെ പറ്റിയൊക്കെ അതിനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? ചരക സംഹിത. അതാണ് നമ്മുടെ ചരകൻ്റെ. നെക്സ്റ്റ് ആരാണ്? ജോൺ റേ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടുകാരനാണ് കേട്ടോ. അദ്ദേഹം റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ് ഇൻ ദ ബുക്ക് ഹിസ്റ്റോറിയ ജനറലാസിസ് പ്ലാന്റേറിയം. അദ്ദേഹം 18,000-ലധികം പ്ലാന്റ്സിനെ കുറിച്ച് ഹിസ്റ്റോറിയ ജനറലാസിസ് പ്ലാന്റേറിയം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാം. അതാരാണ്? ജോൺ റേ ആണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് കാർൽ ലിനസ് കേട്ടോ. കാർൽ ലിനസ് എന്ന് പറഞ്ഞാൽ സ്വീഡൻകാരനാണ് കേട്ടോ. ദ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. അതായത് മോഡേൺ ടാക്സോണമിയുടെ പിതാവ്, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? കാർൽ ലിനസിനെ. പിന്നെ എന്താണ്? പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ സയൻറ്റിഫിക് നെയിമിംഗ് മെത്തേഡ് ഫോർ ഓർഗാനിസം. അതായത് എന്താണ്? ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കേട്ടോ. അപ്പം നമുക്ക് ജീവികൾക്ക് സയൻറ്റിഫിക് നെയിംസ് നൽകുന്നതാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞത്. ആ ഒരു ടേം കൊണ്ടുവന്നത് ആരാണ്? കാർൽ ലിനസ് ആണ്. അപ്പോൾ ഈ പ്രശസ്തരായ 5 പേരുടെ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം
എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി പ്രൊപ്പോസ്ഡ് ബൈ ലിനസ്, അതായത് നമ്മുടെ കാർൽ ലിനസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. അത് എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്? നമ്മൾ അതിനെ ബേസിൽ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ എന്താണ്? സ്പീഷ്യസ്. അതിന് മുകളിലോട്ട് ആരോ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അതെല്ലാവരും ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെക്കണം. ആദ്യം ഏറ്റവും ബേസ് ലെവൽ സ്പീഷ്യസ് ആണ്. സ്പീഷ്യസുകൾ കൂടിച്ചേർന്നാൽ ജീനസ് ആകും. ജീനസുകൾ കൂടിച്ചേർന്ന് ഫാമിലി, ഫാമിലീസ് കൂടിച്ചേർന്ന് ഓർഡർ, ഓർഡർ കൂടിച്ചേർന്ന് ക്ലാസ്, ക്ലാസ് കൂടിച്ചേർന്നാൽ ഫൈലം, ഫൈലം കൂടിച്ചേർന്നാൽ എന്താണ്? കിങ്ഡം. അപ്പോൾ അത് ഇപ്പോഴേ അങ്ങ് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ബൈഹാർട്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് നോക്കാം. അടുത്തത് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, എല്ലാവരും നോക്കിയേ. എന്താണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് പേജ് നമ്പർ എത്രയാണ്? 172. എല്ലാവരും എടുത്തുകേ. 172 എന്താണ് കൊടുത്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ബയോളജിക്കൽ ഡെഫിനിഷൻ, സ്പീഷ്യസ് ഈസ് എ group of organisms that can produce fertile offsprings through sexual reproduction. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? എന്താണ് ആ ഒരു ടേം എന്താണെന്ന്? സ്പീഷ്യസ് എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണെന്ത്? സ്പീഷ്യസ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ വരും തലമുറകളെ, അതായത് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആ ഗ്രൂപ്പ്, ആ കഴിവുള്ള ആ ജീവികളുടെ ആ ഗ്രൂപ്പ്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? സ്പീഷ്യസ് എന്ന് പറയുന്നത്. സ്പീഷ്യസ് ഈസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ഒരു അടിസ്ഥാന തലമാണ്. ഓർഗാനിസംസ് ഓഫ് എ സ്പീഷ്യസ് ഷെയർ മാക്സിമം സിമിലാരിറ്റീസ് ഓഫ് എന്താണ്? ഫീച്ചേഴ്സ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സവിശേഷതകളിൽ ഏറ്റവും അധികം എന്താണ്? സിമിലാരിറ്റി പുലർത്തുന്ന, സാമ്യം പുലർത്തുന്ന ഒരു സ്പീഷ്യസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സവിശേഷതകൾ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന ഒരു സ്പീഷ്യസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. പിന്നെന്താണ്? ഓർഗാനിസംസ് ഓഫ് സിമിലർ സ്പീഷ്യസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജീനസ്. അതായത് ഒരേ സിമിലർ സ്പീഷ്യസുകൾ കൂടിച്ചേർന്നാൽ ജീനസ് ആകും. ജീനസ് കൂടിച്ചേർന്നാൽ ഫാമിലി, ഫാമിലി കൂടിച്ചേർന്നാൽ ഓർഡർ, പിന്നെ ഓർഡേഴ്സ് കൂടിച്ചേർന്നാൽ ക്ലാസ്, ക്ലാസ് കൂടിച്ചേർന്നാൽ ഫൈലം, ഫൈലം കൂടിച്ചേർന്നാൽ കിങ്ഡം അല്ലേ? അപ്പോൾ കിങ്ഡം ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എന്താണ് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലേ? അപ്പം ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കിങ്ഡമാണ്. ഇനി വേണ്ട അവിടെ നമുക്ക് ഇലൂസ്ട്രേഷൻ 9.3, അതായത് ചിത്രീകരണം 12.3 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കിങ്ഡം അനിമേലിയ. അങ്ങനെ നമ്മൾ ഓരോന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. നോക്കിയേ, നമ്മുടെ ആദ്യത്തേതാണ് കിങ്ഡം. നമ്മളിങ്ങനെ ബേസിൽ നമ്മൾ സ്പീഷ്യസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സാറിപ്പോൾ ആ മുകളിൽ നിന്ന് പറഞ്ഞ് തുടങ്ങാം. നോക്കിക്കേ, അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? കിങ്ഡം അല്ലേ? കിങ്ഡം അനിമേലിയ. അനിമേലിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആനിമൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൽ കുറേ ജീവികളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെല്ലാം എന്താണ്? ആനിമൽസ് ആണ്. ഇൻക്ലൂഡ്സ് ഓൾ ആനിമൽസ് ആണ്. അതുകൊണ്ടാണ് അത് കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞത്. അതേസമയം അത് പ്ലാന്റ്സ് ആയിരുന്നെങ്കിൽ നമ്മളത് കിങ്ഡം എന്താണ്? പ്ലാന്റ് എന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അടുത്ത് നോക്കിയേ, എന്താണ്? ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ജീവിജാലങ്ങൾക്കും എന്താണ്? നട്ടലുണ്ട്, വെർട്ടിബ്രേറ്റ്സ് ഉള്ള ജീവികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചില ജീവികളെ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വെർട്ടിബ്രേറ്റ്സ് ഇല്ലാത്ത ജീവികളെ നമ്മൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഫൈലം കോർഡേറ്റയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഏതൊക്കെ ജീവികളെയാണ് എലിമിനേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അതെന്താണ്? ഇൻക്ലൂഡ്സ് വെർട്ടിബ്രേറ്റ്സ് ഉള്ളി, അതായത് നട്ടൽ ഉള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നതാണ് അത്. അടുത്തത് എന്താണ്? ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ കാണാൻ പറ്റും, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ മനസ്സിലാവും. എന്താ? ഇൻക്ലൂഡ്സ് ദ വെർട്ടിബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അതായത് കുഞ്ഞുങ്ങളെ എന്താണ്? പാലൂട്ടി വളർത്തുന്ന ജീവജാലങ്ങളാണ്. അപ്പോൾ അതിൽ പാലൂട്ടാത്തതിനെ നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്തത് ഓർഡർ കാർണിവോറ. കാർണിവോറ എന്ന് പറഞ്ഞാൽ എന്താ? മാമൽസ് ദാറ്റ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്.
അതായത് എന്താണ് നമ്മുടെ മമേലിയ നമ്മൾ പറഞ്ഞില്ലേ, മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം എന്തൊക്കെ അടിച്ചു കീറാൻ, ടിയർ ചെയ്യുക, മാംസം കടിച്ചു കീറാൻ ഉള്ള പല്ലുകളുള്ള മാമൽസ് ആണ് ഇത് ഓർഡർ കാർണിവോറയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ചില ജീവികളെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. അടുത്ത ഫാമിലി ഫെലിഡേ. ഫാമിലി ഫെലിഡേയിൽ എന്താണ്, ദോസ് ഹൂ വിഡ്രോബിൾ ക്ലോസ് എലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഡർ കാർണിവോറ. എന്താണ് കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ എന്താണ്, കാലിൽ നഖമുണ്ടല്ലോ, അതിങ്ങനെ ഉൾവലിക്കാവുന്ന ഉള്ളതാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ ക്യാറ്റും ടൈഗറും ലയണും ഒക്കെ ഫാമിലി ഫെലിഡേക്കകത്ത് വരുന്നതാണ്. അടുത്തത് ജീനസ് അല്ലേ, ജീനസ് ഫെലിസ്. അതിലെന്താണ് കൊടുത്തിരിക്കുന്നത്, രണ്ടും ക്യാറ്റാണ് അല്ലേ. അപ്പോൾ ഫെലിഡേ എന്ന് പറഞ്ഞാൽ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നത് എന്താണ് വെച്ചാൽ ചെറിയ ശരീരവും അധികം എന്താണ് റോർ ചെയ്യാത്ത, നോൺ റോറിങ് സൗണ്ട്, ഗർജനമില്ലാത്ത, അതൊക്കെ പറയുമ്പോൾ ടൈഗറും ലയണും ഒക്കെ അതിൽ ഓൾറെഡി എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഏറ്റവും അവസാനം എന്താണ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുമ്പോൾ അവിടെ എലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ജീനസ് ഫെലിസ് ഷോ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ക്യാറ്റ്. അതായത് ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം നമ്മുടെ പൂച്ചയുടെ കറക്റ്റ് സ്വഭാവം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ പേജ് നമ്പർ 135 ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് നോക്കിക്കേ. എന്താണ് നമുക്ക് ആ 135 അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തേക്കുവാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എന്താണ് ഫില്ല് ചെയ്യണം അല്ലേ. ഇപ്പോൾ പഠിച്ചു വെച്ച് നമുക്ക് പറയാം, കിങ്ഡത്തിന് നേരെ നമുക്ക് എന്തോ കൊടുക്കാം, അനിമേലിയ അല്ലേ. അടുത്തത് ഫൈലം. എന്താണ് ഫൈലം, കോർഡേറ്റ. അടുത്തത് ക്ലാസിൻ്റെ അവിടെ എന്ത് കൊടുക്കാം, മമേലിയ അല്ലേ. ഓർഡറിൻ്റെ അവിടെ എന്താണ്, ഓർഡർ കാർണിവോറ. ഓർഡർ എന്താണ്, കാർണിവോറ. അടുത്ത ഫാമിലിയുടെ അവിടെ നമ്മളിപ്പോൾ തന്നെ കണ്ടു, എന്താണ് ഫെലിഡേ അല്ലേ. ജീനസിൻ്റെ അവിടെ നമുക്ക് എന്താ കൊടുക്കാം, ഫെലിസ്. സ്പീഷീസിൻ്റെ അവിടെ നമുക്കിപ്പം ഡൊമസ്റ്റിക്കസ്. അത് ആ ഒരു ബോക്സ് എല്ലാവർക്കും ഫില്ല് ചെയ്യാൻ തന്നെ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞത് കേരളത്തിലെ സമ്പത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകമാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ പുസ്തകം. മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് അത് അറിയപ്പെടുന്നത് കേട്ടോ. അത് നമ്മുടെ ലാറ്റിൻ ഭാഷയിലായിരുന്നു അതെന്ത് ചെയ്തിരുന്നത്, ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ്. ഏത് വർഷം മുതലാണ്, 1678 ടു 1693 വരെയുള്ള കാലഘട്ടത്തിൽ നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നു 12 വാല്യങ്ങളായിട്ടാണ് ഈ പുസ്തകം എന്ത് ചെയ്തത്, പുറത്തിറക്കിയത് കേട്ടോ. പിന്നെന്താണ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിലെ ഗവർണറായിരുന്ന അഡ്മിറൽ വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു പുസ്തകം രചിക്കാൻ നേതൃത്വം നൽകിയ ആളുടെ പേര് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തോ പറയാം, ഏതാണ് ആളുടെ പേരെന്താണ്, ആളുടെ പേരാണ് അഡ്മിറൽ വാൻ റീഡ് എന്നാണ് കേട്ടോ. പിന്നെ ഇതിനെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, കുറച്ച് പണ്ഡിതന്മാരുണ്ട്. അവരുടെ പേരും കൂടെ ഓർത്ത് വെച്ചോണം. എന്തൊക്കെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്, കൊല്ലാട്ട്, ഇട്ടി, അച്യുത വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിതർ ഗ്രന്ഥരചനയിൽ നിർണായക സംഭാവനകൾ നൽകിയവരാണ് കേട്ടോ. പിന്നെ സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചതെന്നും പറയപ്പെടാറുണ്ട്. കാർൽ ലിനേഴ്സിനെ വരെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണേത്, ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി നമുക്ക് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് എല്ലാവരും അത് പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ ആനിമൽസിൻ്റെ വർഗീകരണമാണ് പഠിച്ചത്. ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ ടാക്സോണമി അത് നോക്കാം. എന്താണ്, ലിനസ് ആൾസോ ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ബൈ ഇൻക്ലൂഡിംഗ് ദം ഇൻ വേരിയസ് ലെവൽസ് ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം. ദോ റിവൈസ്ഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം ദേ ആർ സ്റ്റിൽ യൂസ്ഡ് ആസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് നമുക്കറിയാം, സ്പീഷീസ് മുതൽ എന്താണ് കിങ്ഡം വരെയുള്ള ഒരു അങ്ങനെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കാർൽ ലിനസ് സസ്യങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നത്, വർഗീകരിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ താഴത്തെ പിക്ചേഴ്സ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് വൺ നമുക്കറിയാം അതെന്താണ്, തെങ്ങാണ് അല്ലേ, നമ്മുടെ കോക്കനട്ട് ട്രീ ആണ്. സെക്കൻഡ് എന്താണ് കൊടുത്തേക്കുന്നത്, മാംഗോ ട്രീ ആണ് അല്ലേ. അപ്പോൾ കോക്കനട്ട് ട്രീയുടെ
ഓരോ കിങ്ഡത്തിൽ എന്താണ്, ഫൈലത്തിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ളത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. അതൊരു പ്ലാന്റ്സ് ആയതുകൊണ്ട്, പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ കിങ്ഡം എന്താണത്, പ്ലാന്റ്. എന്താണ്, ഇപ്പം തന്നെ പഠിച്ചു പൊക്കോണം. ഇച്ചിരി കട്ടിയായിട്ടുള്ള വേർഡ്സ് ആണ്. നിങ്ങൾ ഇപ്പം തന്നെ ഇത് കേൾക്കുന്ന ഒപ്പം തന്നെ അത് പഠിച്ചു പോയാൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കിങ്ഡം, പ്ലാന്റ്. അടുത്ത എന്താണ്, ഫൈലം എന്താണ് കൊടുത്തിരിക്കുന്നത്? ആ സ്പെല്ലിംഗ് ഒന്ന് എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കിയേ. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫൈലം ആൻജിയോ സ്പെർമോഫൈറ്റ. എന്താണ്? ആൻജിയോ സ്പെർമോഫൈറ്റ. ആൻജിയോസ്പെർംസ് എന്ന് പറഞ്ഞാൽ പൂത്ത്, നമ്മൾ ഈ പൂക്കളിൽ നിന്ന് കായകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മുടെ തെങ്ങിൻ പൂങ്കൊല എന്ന് കേട്ടിട്ടില്ലേ? അതിൽ നിന്നാണ് നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പം ഫൈലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻജിയോ സ്പെർമോഫൈറ്റ കേട്ടോ. അടുത്ത് ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്ലാസ് മോണോകോട്ടിലിഡനെ. എന്താണ്? മോണോകോട്ടിലിഡനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടിലിഡൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. മോണോകോട്ടിലിഡനും ഡൈകോട്ടിലിഡനും. മോണോകോട്ടിലിഡന് ഉദാഹരണമാണ് നമ്മുടെ കോക്കനട്ട്. പക്ഷെ ഡൈകോട്ടിലിഡൻ നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മുടെ പയർ, പിന്നെ ഏതാണ് മാങ്ങയിൽ മാങ്ങാണ്ടി, നമ്മൾ അതൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത് അല്ലേ? അതാണ് ഡൈകോട്ടിലിഡൻ. ഇതെന്താണ്? മോണോകോട്ടിലിഡൻ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? മോണോകോട്ടിലിഡൻ ആണ്. അടുത്ത സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കാലിസിനെ. എന്താണ് സീരീസ്? എന്താണ്? കാലിസിനെ. നെക്സ്റ്റ് ഫാമിലി ഏതാണ്? അരക്കേസിയെ. എന്താണ്? നിങ്ങൾക്ക് ആ ടേംസ് ഒക്കെ വായിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സാറ് പറയുന്നതിനൊപ്പം തന്നെ നിങ്ങളത് മലയാളത്തിലും ജസ്റ്റ് തന്നെ മണ്ടയ്ക്ക് എഴുതി പോയാൽ അത്ര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫാമിലി ഏതാണ്? അരക്കേസിയെ. പിന്നെ ജീനസ് ഏതാണ്? കൊക്കോസ് കേട്ടോ. കൊക്കോസ്. സ്പീഷ്യസ് ന്യൂസിഫറ. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോണം, നമ്മൾ ജീനസും സ്പീഷ്യസും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ സയൻറ്റിഫിക് നെയിംസ് പറയുന്നത്. പക്ഷെ അത് എഴുതുമ്പോൾ പ്രത്യേകം നമുക്ക് അതിനെ അടുത്ത പേജിൽ പഠിക്കാനുണ്ട്, എങ്കിലും ഞാൻ മുൻകൂട്ടി അതങ്ങ് പറയുവാണ്. ജീനസ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൊക്കോസ് എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ സി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സ്പീഷ്യസ് എന്തായിരിക്കണം? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മാൾ ലെറ്ററിൽ എഴുതാം. അപ്പം നമ്മുടെ സയൻറ്റിഫിക് നെയിം ഓഫ് കോക്കനട്ട് ട്രീ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഈ ജീനസും സ്പീഷ്യസും കൂടെ കൂടിച്ചേർത്ത് എഴുതിയാൽ പോരെയോ? അപ്പോൾ എന്ത് കിട്ടും? കോക്കസ് ന്യൂസിഫറ. ഓക്കെ. അടുത്തത് എന്താണ്? മാംഗോ ട്രീയുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കിങ്ഡം എന്താ? അത് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് പ്ലാന്റേ ആണ്. ഫൈലം എന്താണ്? പൂവിൽ നിന്ന് തന്നെയാണ് അത് കളിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ? ആൻജിയോ സ്പെർമോഫൈറ്റ ആണ്. ക്ലാസ് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? മറ്റേത് മോണോകോട്ടിലിഡനെ ആണെങ്കിൽ ഇത് ഡൈകോട്ടിലിഡനെയാണ്. സീരീസ് എന്താണ് അവിടെ കൊടുത്തേക്കുന്നത് നോക്കിയേ? സാപ്പിൻ ഡെയിൽസ്. എന്താണത് വായിക്കുന്നത്? സാപ്പിൻ ഡെയിൽസ്. ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അനാകാർഡിയേസിയെ. എന്താണത്? ഫാമിലി ഏതിലാണ് വരുന്നത്? അത് അനാകാർഡിയേസിയെ. ജീനസ് ആണെങ്കിൽ മാഞ്ചിഫറ. സ്പീഷ്യസ് ആണെങ്കിൽ എന്താണ്? ഇൻഡിക്ക. സ്പീഷ്യസ് ആണെങ്കിൽ എന്താ? ഇൻഡിക്ക. അപ്പോൾ ദ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ ട്രീ ഏതാണെന്ന് നമുക്ക് പറയാം. എന്താ പറയാം? മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ നമ്മളിപ്പോൾ 3 സയൻറ്റിഫിക് നെയിംസ് 3 പഠിച്ചു. ഒന്നാമത് നമ്മുടെ ക്യാറ്റ് ആയിരുന്നു. ക്യാറ്റിൻ്റെ ജീനസ് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിയേ, ഓർക്കാൻ പറ്റുമോ? ഫെലിസ്. ഫെലിസ് ആണ് ജീനസ്. സ്പീഷ്യസ് എന്തായിരുന്നു? ഡൊമസ്റ്റിക്കസ് ആയിരുന്നു. അപ്പോൾ ക്യാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം നമുക്ക് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയാം. പിന്നെന്തായിരുന്നു? കോക്കനട്ട് ട്രീ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഈ കോക്കനട്ട് ട്രീ ഒക്കെ കേട്ടോ. അപ്പോൾ കോക്കനട്ട് ട്രീയുടെ ഏതാണ്? കോക്കസ് ന്യൂസിഫറയാണ്. മാംഗോ ട്രീയുടെ ഏതാണ്? മാഞ്ചിഫറ ഇൻഡിക്കയാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ, ഈ ഒരു പാർട്ടിൽ ഞാൻ എടുക്കുന്നുള്ളൂ, പാർട്ട് 2. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ഓക്കെ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം, ആ ഒരു യൂണിറ്റിൻ്റെ തന്നെ അടുത്ത ഭാഗമായിട്ട് വരാം. ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.